ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രാർത്ഥനാപൂർവ്വം വിട നൽകി ലോകം. പാപ്പയുടെ ഭൌതികദേഹം വത്തിക്കാനിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ കബറടക്കി. ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചതിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. നാട്ടുകാരായ 3 യുവാക്കളാണ് പടക്കം പൊട്ടിച്ചതെന്നും പോലീസ്. തൃശൂർ പൂരം സുരക്ഷാ ഒരുക്കങ്ങൾ വിലയിരുത്തി ഡിജിപി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് ഡിജിപി ഷേഖ് ദർവേഷ് സാഹിബ്. മാലിന്യ നിക്ഷേപ കേന്ദ്രമായി ഗുരുവായൂർ ദേവസ്വത്തിന്റെ പടിഞ്ഞാറേ നടയിലെ ഒഴിഞ്ഞ സ്ഥലം. സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുമെന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. നികുതി അടയ്ക്കാതെ സർവീസ് നടത്തിയ 7 ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ 11.60 ലക്ഷം രൂപ പിഴ ചുമത്തി മോട്ടോർ വാഹന വകുപ്പ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രജിസ്ട്രേഷൻ നേടി കേരളത്തിൽ സർവീസ് നടത്തിയ വാഹനങ്ങളാണ് പിടികൂടിയത്. തൃശൂരിൽ സംഘടിപ്പിച്ച തൊഴിൽ പൂരം ആവേശമായി. തൊഴിൽ അന്വേഷകരെ തേടിപ്പോകുന്ന സർക്കാർ വിജ്ഞാന കേരളത്തിലൂടെ വികസന മാതൃകകളിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കോടശ്ശേരി താഴൂർ പള്ളി ഹാളിൽ HVL ഫാൻ പൊട്ടിവീണ് 5 പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. അപകടം മനസ്സമ്മതത്തോടനുബന്ധിച്ച് നടന്ന സദ്യക്കിടെ. വാർത്തകൾ വിശദമായി. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലി ലോകം. റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൌതിക ശരീരം കബറടക്കിയത്. വത്തിക്കാനിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള സെന്റ് മേരീസ് ബസിലിക്കയിലേക്ക് വിലാപയാത്രയായാണ് ഭൌതിക ശരീരം എത്തിച്ചത്. വിലാപയാത്ര കടന്നുപോയ വഴികളിൽ വിശ്വാസികൾ പ്രാർത്ഥനയായി നിലകൊണ്ടു. നേരത്തെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെ ശുശ്രൂഷകൾക്ക് കർദിനാൾ തിരുസംഘത്തിന്റെ തലവൻ കർദിനാൾ ജൊവാനി ബാറ്റിസ്റ്റ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കത്തോലിക്കാ സഭയിലെ 23 വ്യക്തിഗത സഭകളുടെയും തലവന്മാരാണ് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയത്. കേരളത്തിൽ നിന്ന് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, സീറോ മലങ്കര സഭ അധ്യക്ഷൻ കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമിസ് കാതോലിക്ക ബാവ എന്നിവർ ശുശ്രൂഷയിൽ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി തുടങ്ങി 130ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ലോക നേതാക്കൾ വത്തിക്കാനിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചതിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. നാട്ടുകാരായ 3 യുവാക്കളാണ് പടക്കം പൊട്ടിച്ചത്. സ്വന്തം വീടിന് മുന്നിൽ കൂട്ടുകാരോടൊപ്പം പടക്കം പൊട്ടിക്കുകയായിരുന്നുവെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞു. ഈസ്റ്ററിന് വാങ്ങിയ പടക്കമായിരുന്നു. അലക്ഷ്യമായി പടക്കം പൊട്ടിച്ചതിന് യുവാക്കൾക്കെതിരെ വെസ്റ്റ് പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം അറിഞ്ഞയുടൻ ബിജെപി നേതാക്കളും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിലാണ് മണിക്കൂറുകൾക്കകം സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. അതേസമയം ഇത്തരമൊരു പ്രവൃത്തി കൊണ്ട് ഞങ്ങളാരും പുറത്തിറങ്ങി പ്രവർത്തിക്കില്ലെന്ന് ആരും കരുതേണ്ടെന്നും പോലീസ് സംരക്ഷണം തന്നില്ലെങ്കിലും പ്രസ്ഥാനം തരുന്ന സംരക്ഷണ കവചം തന്നെയാണ് പ്രചോദനമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ോട് സംസാരിച്ച സമയത്ത് പോലീസ് അധികാരികൾ പറഞ്ഞത് ഞങ്ങൾ FIR ഇട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ 10:45 ഒരു സംഭവം ഇന്ന് ഇത്ര സമയമായിട്ടും ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ ധ്വനി. ഈ പോലീസിൻ്റെ സംരക്ഷണ കവചം നല്ല രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്കോ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർക്കോ നാളിതുവരെ മറ്റുള്ളവർക്ക് കിട്ടുന്നത് പോലെ കിട്ടിയെന്നുള്ള ഒരു ധാരണയൊന്നും ഞങ്ങൾക്കില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവൃത്തി കൊണ്ടോ ഞങ്ങൾ ഒരാളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതും പ്രവർത്തിക്കുന്നതും അത് കുറയുമെന്നുള്ള ധാരണ ആർക്കും വേണ്ട. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതിൽ പ്രതിഷേധിച്ച് ബിജെപി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പഴയ നടക്കാവിലെ ബിജെപി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബിജെപി മേഖലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ബിജെപി സംസ്ഥാന സമിതി അംഗം ഉല്ലാസ് ബാബു, സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി, ഡോക്ടർ V. ആതിര, പൂർണിമ സുരേഷ്, മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പൂരത്തിന്റെ സുരക്ഷാ ഒരുക്കങ്ങൾ DGP വിലയിരുത്തി. പൂരനഗരി സന്ദർശിച്ച DGP ഷേഖ് ദർവേഷ് സാഹിബ്
ജില്ലയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായും ദേവസ്വം പ്രതിനിധികളുമായും ചർച്ച നടത്തി. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഡിജിപി നേരിട്ടെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയത്. ഡിഐജി ഹരിശങ്കർ, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, എസിപി സലീഷ് എൻ ശങ്കർ തുടങ്ങിയവർ ഡിജിപിക്കൊപ്പം ഉണ്ടായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് ഡിജിപി ഷേഖ് ദർവേഷ് സാഹിബ്. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഡിജിപി. അത് പറയുന്നുണ്ട്, കമാൻഡോസിനെ വിന്യസിക്കുന്നുണ്ട്, ആന്റി സബോട്ടേജ് ചെക്ക് കൂടുതലാക്കുന്നുണ്ട്, ആന്റി ഡ്രോൺ സിസ്റ്റംസ് ഒക്കെ വെക്കുന്നുണ്ട്, കൂടുതൽ ഡ്രോൺസ് വിന്യസിക്കുന്നു. അത് ഈ കമ്മീഷണർ ഓരോ കാര്യം പരിശോധിച്ചിട്ട് ചെയ്യുന്നത്. നേരത്തെ പൂരം സുരക്ഷയൊരുക്കി പരിചയമുള്ള 35 ഡിവൈഎസ്പിമാരുടെ കീഴിലാവും വിന്യാസം. ഇതിനു പുറമെ കമാൻഡോ സംഘവും NDRF സംഘവും ഉണ്ടാകും. 37 CCTV ക്യാമറകൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ടാകും. ഇതോടൊപ്പം നിരീക്ഷണത്തിന് 10 ഡ്രോണുകളും ഉണ്ടാകും. അനുമതിയില്ലാത്ത ഡ്രോണുകൾ പിടിച്ചെടുക്കാൻ ആന്റി ഡ്രോൺ സംവിധാനവും ഉണ്ടാകും. ഇത്തവണ കൂടുതൽ പേർക്ക് വെടിക്കെട്ട് കാണാൻ സൌകര്യമൊരുക്കുമെന്നും ഡിജിപി പറഞ്ഞു. കഴിഞ്ഞ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചതായും ഈ റിപ്പോർട്ട് പരിഗണിച്ച് മറുപടി പറയേണ്ടത് സർക്കാരാണെന്നും ഡിജിപി പറഞ്ഞു. ഏകദേശം 4000 കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ പോവുകയാണ്. അതിലെ 35 ഡിവൈഎസ്പിമാർ, 71 ഇൻസ്പെക്ടറും 50ഓളം ഡയറക്ട് റിക്രൂട്ട് SIസും, ASI SCPO 280, പിന്നെ CPO 3400 കൂടാതെ 200ഓളം വുമൻ CPOമാരും ഈ വർഷം വിന്യസിക്കാൻ പോവുകയാണ്. ഇത് കൂടാതെ 2 പ്ലാറ്റൂൺ കമാൻഡോസും 1 കമ്പനി NDRFന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ പൂരത്തിന്റെ സമഗ്രമായ നടത്തിപ്പിനായി ഗവർണറെ സന്ദർശിച്ച തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ TS സുന്ദർ മേനോൻ. പൂരച്ചടങ്ങുകളെക്കുറിച്ചും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക് സുന്ദർ മേനോൻ വിശദീകരിച്ചു. തൃശൂർ പൂരത്തിന് ക്ഷണിച്ചപ്പോൾ കുടമാറ്റ സമയത്തെത്താമെന്ന് ഗവർണർ അറിയിച്ചു. പൂരാശംസകളും ഗവർണർ നേർന്നു. മുഖ്യമന്ത്രിയെയും തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ സന്ദർശിച്ചു. മാലിന്യ നിക്ഷേപ കേന്ദ്രമായി ഗുരുവായൂർ ദേവസ്വത്തിന്റെ പടിഞ്ഞാറേ നടയിലുള്ള ഒഴിഞ്ഞ സ്ഥലം നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയില്ല. സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതായി പ്രദേശവാസികൾ. ഗുരുവായൂർ നഗരസഭയിലെ 14ാം വാർഡിലെ ഒഴിഞ്ഞ പറമ്പാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. പടിഞ്ഞാറേ നടയിൽ നിന്നും മുതുവട്ടൂരിലേക്കുള്ള വഴിയിൽ പ്രധാന പാതയോട് ചേർന്നുള്ളതാണ് ഈ സ്ഥലം. പ്രദേശവാസികളാരും ഇവിടെ മാലിന്യം തള്ളാറില്ല. സ്ട്രീറ്റ് ലൈറ്റില്ലാത്ത പ്രദേശത്ത് രാത്രിയുടെ മറവിലാണ് സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളുന്നത്. മാലിന്യ നിക്ഷേപം മൂലം ഇവിടെ കൊതുക് ശല്യവും രൂക്ഷമാണ്. ഇതുമൂലം കുട്ടികൾക്കുൾപ്പെടെ അസുഖങ്ങൾ പതിവാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കൗൺസിൽ റോഡും ഗുരുവായൂർ നഗരസഭയിലും ഗുരുവായൂർ ദേവസ്വത്തിലും പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. മാലിന്യ സംസ്കരണത്തിൽ മികച്ച മാതൃകയെന്ന് അഭിമാനിക്കുന്ന ഗുരുവായൂർ നഗരസഭയിലാണ് പ്രധാന പാതയോരത്ത് തന്നെ വൻ മാലിന്യ നിക്ഷേപ കേന്ദ്രം രൂപപ്പെട്ടിട്ടുള്ളത്. മൂക്കുപൊത്താതെ ഇതുവഴി കടന്നുപോകാനാകില്ല. മഴ പെയ്താൽ കുടിവെള്ള സ്രോതസ്സുകളിലും മാലിന്യം കലരുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. TCV ഗുരുവായൂർ. നികുതി അടയ്ക്കാതെ കേരളത്തിൽ സർവീസ് നടത്തിയതിന് 7 ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ 11.60 ലക്ഷം രൂപ പിഴ ചുമത്തി മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗം. പാലിയേക്കര ടോൾ പ്ലാസയിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങൾ നികുതി അടയ്ക്കാതെയാണ് കേരളത്തിൽ സർവീസ് നടത്തുന്നതെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. അരുണാചൽ പ്രദേശ്, നാഗാലാന്റ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും രജിസ്ട്രേഷൻ നേടി കേരളത്തിലൂടെ സർവീസ് നടത്തിയിരുന്ന വാഹനങ്ങളെയാണ് പിടികൂടിയത്. 7 വാഹനങ്ങളിൽ നിന്നായി 11,60,700 രൂപ നികുതി ഇനത്തിൽ ഈടാക്കി. തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ PV ബിജു, K അശോക് കുമാർ, KB ഷിജോ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ KJ വിപിൻ, സുമേഷ് തോമസ് എന്നിവർ ചേർന്നാണ് പിടികൂടിയത്. വെള്ളിയാഴ്ച രാത്രി 7 മണി മുതൽ ആരംഭിച്ച പരിശോധന ശനിയാഴ്ച പുലർച്ചെ 2 മണി വരെ നീണ്ടു. തൊഴിലന്വേഷകരെ തേടിപ്പോകുന്ന സർക്കാർ വിജ്ഞാന കേരളത്തിലൂടെ കേരളത്തിന്റെ വികസന മാതൃകകളിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. വിജ്ഞാന കേരളം തൊഴിൽ പൂരത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലുമായി സംഘടിപ്പിച്ച മെഗാ ജോബ് ഫെയർ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അഭിരുചിക്കുമനുസരിച്ച് തൊഴിൽ ലഭ്യമാക്കുകയാണ് വിജ്ഞാന തൃശൂരിലൂടെ. ജനകീയാസൂത്രണത്തിന്റെ മാതൃകയിൽ സർക്കാരും തൊഴിൽദായകരും സന്നദ്ധ പ്രവർത്തകരും പൊതുജനങ്ങളും ഒറ്റക്കെട്ടോടെ വിജ്ഞാന കേരളത്തിനായി കൈകോർത്തതിന്റെ തെളിവാണ് ഈ മെഗാ ജോബ് ഫെയറിന്റെ വിജയമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.
നോർക്കയുമായി സഹകരിച്ച് വിദേശ തൊഴിലുകൾ ഉൾപ്പെടെ വിജ്ഞാന തൃശൂരിന്റെ തൊഴിൽ മേളകളിൽ ഭാഗമാക്കും. രജിസ്റ്റർ ചെയ്ത മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും മെയ് മാസത്തോടെ ജോബ് ഫെയർ അവസാനിക്കുമ്പോൾ തൊഴിൽ ലഭ്യമാക്കാനാണ് വിജ്ഞാന തൃശൂർ ലക്ഷ്യമിടുന്നത്. 151 തൊഴിൽ ദാതാക്കളിൽ നിന്നും 577 വ്യത്യസ്ത തരം മേഖലകളിൽ നിന്നായി 35,000 തൊഴിലുകളിലേക്കാണ് അഭിമുഖങ്ങൾ നടന്നത്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലുമായി 140 ക്ലാസ് മുറികളിലാണ് അഭിമുഖം നടന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് ഉദ്ഘാടന ചടങ്ങുകൾ പൂർണ്ണമായി ഒഴിവാക്കിയാണ് മേള സംഘടിപ്പിച്ചത്. കോടശ്ശേരി താഴൂർ പള്ളിഹാളിൽ HVL ഫാൻ പൊട്ടിവീണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന 5 പേർക്ക് പരിക്ക്. ആരുടെയും നില ഗുരുതരമല്ല. കുറ്റിച്ചിറ തത്തമ്പിള്ളി ബേബി, ചെമ്പൻകുന്ന് തത്തമ്പിള്ളി വർഗീസ്, താഴൂർ ഞാറക്കാടൻ പോളിന്റെ ഭാര്യ ഷീജ, കലിക്കൽ തോപ്പിൽ ബാബുവിന്റെ മകൻ ആദിത്യൻ, മാരാങ്കോട് വലിയ വീട്ടിൽ 2 വയസ്സുകാരി ഇവ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയായിരുന്നു അപകടം. വിവാഹ മനസ്സമ്മതത്തിന്റെ സദ്യ നടക്കുന്നതിനിടെ ഹാളിൽ പ്രവർത്തിച്ചിരുന്ന ഹൈവോളിയം ലോ സ്പീഡ് ഫാൻ നിലം പതിക്കുകയായിരുന്നു. പേടിച്ച് 2 ആളുകൾ ഹാളിൽ നിന്നും ഇറങ്ങിയോടി. ഫാൻ ഘടിപ്പിച്ചിരുന്ന ഭാഗത്തെ ബോൾട്ട് ഇളകിയതിനെ തുടർന്നാണ് ഫാൻ പൊട്ടിവീണത്. പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. കോഴിക്കോട് മലാപ്പറമ്പിലെ വസതിയിലായിരുന്നു അന്ത്യം. 93 വയസ്സായിരുന്നു. ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൌൺസിലിന്റെ അധ്യക്ഷനായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗത്തിന്റെ തലവനായി പ്രവർത്തിച്ചു. പൊന്നാനി സ്വദേശിയാണ്. തന്റെ നിലപാടുകൾ വെട്ടിത്തുറന്നു പറയുന്ന MGS കേരളത്തിന്റെ ചരിത്ര ഗവേഷണത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ പ്രതിഭയാണ്. 2 ദിവസമായി തൃശൂരിൽ നടന്നുവന്ന ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ 25ാമത് സംസ്ഥാന സമ്മേളനം സമാപിച്ചു. ശ്രീശങ്കര ഹാളിൽ നടന്ന സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ ബസ് മേഖല നിലനിന്നു പോകേണ്ടത് പൊതുഗതാഗത സംവിധാനത്തിന്റെ ആവശ്യകതയാണെന്നും മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ സർക്കാർ തലത്തിൽ നടത്തുമെന്നും മന്ത്രി ബസ് ഉടമകൾക്ക് ഉറപ്പു നൽകി. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് PK മൂസ അധ്യക്ഷത വഹിച്ചു. സിൽവർ ജൂബിലിയുടെ ഭാഗമായി ഓർഗനൈസേഷൻ പുറത്തിറക്കിയ സോവനീറിന്റെ പ്രകാശനം MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. മുൻ MLA KK ദിവാകരൻ മുതിർന്ന ബസ് ഉടമകളെ ആദരിച്ചു. തൃശൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, തൃശൂർ RTO ജയേഷ് കുമാർ, INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി T ഗോപിനാഥൻ, കോർഡിനേറ്റർ നൌഷാദ് ആറ്റുപറമ്പത്ത്, ട്രഷറർ VS പ്രദീപ്, വിവിധ സംഘടനാ ഭാരവാഹികളായ റിജാസ്, KP സണ്ണി, AC കൃഷ്ണൻ, KK ഹരിദാസ്, KJ സ്റ്റാൻലിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണിയുമായി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ്. പാകിസ്ഥാന് ജലം നൽകിയില്ലെങ്കിൽ യുദ്ധത്തിനിറങ്ങുമെന്നും പാക് മന്ത്രി പറഞ്ഞു. ഇന്ത്യ വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധം തന്നെയെന്നും പാകിസ്ഥാൻ ആണവരാജ്യമെന്ന കാര്യം ഇന്ത്യ മറക്കേണ്ടെന്നും പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഇന്ത്യയുമായി ഒരു സമ്പൂർണ്ണ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. 3 പതിറ്റാണ്ടായി ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ ധനസഹായവും പിന്തുണയും നൽകുന്നുണ്ടെന്നും പാക് പ്രതിരോധ മന്ത്രി തുറന്നു സമ്മതിച്ചു. യുദ്ധഭീഷണിയുമായി എത്തുന്ന പാകിസ്ഥാന് മറുപടിയുമായി ഇന്ത്യൻ നാവികസേന എന്തിനും ഏതിനും എപ്പോഴും സജ്ജമാണെന്ന് നാവികസേന അറിയിച്ചു. നാവികസേനയുടെ ഔദ്യോഗിക X അക്കൌണ്ടിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എക്സ്പ്രസ് ദിനപത്രത്തിന്റെ കുടുംബസംഗമവും പൊതുസമ്മേളനവും നടന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഡേവിസ് കണ്ണനായിക്കൽ, ബാലകൃഷ്ണൻ കുന്നമ്പത്ത് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് നിന്ന് കാണാതായ വയോധികനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബ്രഹ്മകുളം രായമരക്കാർ വീട്ടിൽ അബ്ദുറഹ്മാനാണ് മരിച്ചത്. ബ്രഹ്മകുളം പാല ബസാറിൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലം വൃത്തിയാക്കുന്നതിനിടെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പൊട്ടക്കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. പോലീസും ഫയർഫോഴ്സും എത്തി മൃതദേഹം പുറത്തെടുത്തു. കഴിഞ്ഞ 9 പുലർച്ചെയാണ് ഇയാളെ വീട്ടിൽ നിന്ന് കാണാതായത്. ബന്ധുക്കൾ പരാതി നൽകിയതിനെ തുടർന്ന് ഗുരുവായൂർ പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. വടക്കാഞ്ചേരി കരുതക്കാട് പള്ളിക്ക് സമീപം മരം കയറ്റിപ്പോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ അപകടം. ലോറി ഡ്രൈവറും സഹായിയും നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മലപ്പുറത്ത് നിന്നും പെരുമ്പാവൂരിലേക്ക് മരം കയറ്റിപ്പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറി മറിഞ്ഞതിനെ തുടർന്ന് കരുതക്കാട് പള്ളിയുടെ മതിലിനും കേടുപാടുകൾ സംഭവിച്ചു.
തൃപ്രയാർ സെന്ററിൽ ചുമട്ടുതൊഴിലാളിയെ മാരകായുധങ്ങളുമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ഒരാളെ കൂടി വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. താന്യം തോട്ടാഞ്ചിറ ദേശത്ത് പട്ടാട്ട് വീട്ടിൽ സനിലാണ് അറസ്റ്റിലായത്. ഈ മാസം 15-നാണ് തൃപ്രയാർ സെന്ററിൽ വെച്ച് നാട്ടിക സ്വദേശിയും ചുമട്ടുതൊഴിലാളിയുമായ നമ്പേട്ടി വീട്ടിൽ രാധാകൃഷ്ണനെ 4-അംഗ സംഘം ആക്രമിച്ചത്. കേസിലെ 3 പ്രതികളെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർ സദാശിവൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ലെനിൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജസ്ലിൻ തോമസ്, സിജി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ദ്രോഹിക്കുന്ന നടപടികൾ സർക്കാർ ഉപേക്ഷിക്കണമെന്ന് IDPWO അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ചാലക്കുടിയിൽ നടന്ന ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷന്റെ ജില്ലാ പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് KG സെൽമാഭായ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സോമൻ വർഷ അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ പൈക്കാട്ട്, സോമൻ വർഷ, KG സെൽമാഭായ്, ജോയ് മൂത്തേടൻ, പ്രതാപ് ഇല്ലത്ത്, അഷ്റഫ് പെരുമ്പാവൂർ, ജോബിൻ തോമസ്, അനീഷ് അരിക്കോട്, സലീം കൊല്ലം, സുരേഷ് ബാബു, യാസർ അറഫാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പൂരം വിശേഷങ്ങളുമായി പൂരം വരവായി. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. അണുവിട തെറ്റാത്ത ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നമാണ് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം. ഇതിൽ ആദ്യാവസാനം വരെയുള്ള ചടങ്ങുകൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഇടമാണ് വടക്കുംനാഥന്റെ നിലപാട് തറ. പൂരം വിളംബരമാകുന്നത് മുതൽ ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെയുള്ള എല്ലാ സുപ്രധാനമായ ചടങ്ങുകളും നടക്കുന്നത് ഈ നിലപാട് തറയ്ക്ക് അഭിമുഖമായിട്ടാണ്. പൂരം ഇവിടെ നിന്നാൽ സുഗമമായി കാണാമെന്നതും ഏറെ സവിശേഷമാണ്. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിന് പുറത്ത് ശ്രീമൂലസ്ഥാനമായ പടിഞ്ഞാറേ ഗോപുരത്തിന് സമീപമാണ് നിലപാട് തറ സ്ഥിതി ചെയ്യുന്നത്. തൃശൂർ പൂരം ചിട്ടപ്പെടുത്തിയ കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ പൂരം കണ്ടിരുന്നതും നിയന്ത്രിച്ചിരുന്നതും ഈ നിലപാട് തറയിൽ ഇരുന്നാണെന്നാണ് പറയപ്പെടുന്നത്. പൂരത്തലേന്ന് നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്ന് എഴുന്നള്ളി ഈ നിലപാട് തറയിൽ എത്തുമ്പോഴാണ് പൂരവിളംബരമായി 3 തവണ ശംഖ് മുഴക്കുന്നത്. പൂരം നാൾ 8 ഘടകക്ഷേത്രങ്ങളിലെയും ദേവീദേവന്മാർ രാവും പകലും എഴുന്നള്ളി വന്ന് നിലയുറപ്പിച്ച് പൂരം നടത്തുന്നത് ഇതേ നിലപാട് തറയിലാണ്. പൂരപ്പിറ്റേന്ന് പ്രധാന പൂരപ്പങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ മുഖാമുഖം വന്ന് ഉപചാരം ചൊല്ലി പിരിയുന്നതും നിലപാട് തറയ്ക്ക് അഭിമുഖമായാണ്. കൂടാതെ ഇതിന് ഇരുവശങ്ങളിലുമായിട്ടാണ് വെടിക്കെട്ടും അരങ്ങേറുന്നത്. ഇതിനു പുറമെ രാജഭരണകാലത്ത് കുറ്റവാളികൾക്കുള്ള ശിക്ഷ നടപ്പാക്കിയിരുന്നതും ഇവിടെയാണെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ വിശ്വപ്രസിദ്ധമായ പൂരം പോലെ തന്നെ ശക്തന്റെ നിലപാട് തറയും ചരിത്ര പ്രാധാന്യമുള്ള ഇടമായി ഇന്നും സംരക്ഷിച്ച് നിലനിർത്തി പോവുകയാണ്. ഒരു പൂരം കൂടി വരവറിയിക്കുമ്പോൾ നിലപാട് തറയെക്കുറിച്ചുള്ള ഐതിഹ്യവും അതിനെപ്പറ്റി കൂടുതൽ അറിയാനുമുള്ള ആകാംക്ഷയും വർദ്ധിക്കുകയാണ്. നിലപാട് തറയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചേറ്റുവ പുഴയിൽ നിന്ന് മണലെടുപ്പ് സ്വകാര്യ വ്യക്തികളെ സഹായിക്കാനാണെന്ന് മുനിക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ ലേബർ യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി. കടപ്പുറം പഞ്ചായത്ത് 9-ാം വാർഡ് അഴിമുഖം കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് വടക്ക് ഭാഗത്ത് നിന്ന് പുഴയുടെ തീരത്തിനോട് ചേർന്നാണ് ദേശീയപാത കരാർ കമ്പനി പുഴയിൽ നിന്ന് മണലെടുക്കുവാൻ വേണ്ടി ഡ്രഞ്ചിംഗ് മെഷീൻ കൊണ്ടുവന്നത്. എന്നാൽ കരയോട് ചേർന്നുള്ള മണലെടുക്കുന്നത് മൂലം ഉപ്പുവെള്ളം കരയിലേക്ക് വലിയ തോതിൽ കയറാൻ സാധ്യതയുണ്ടെന്നും തീരം ഇടിഞ്ഞുപോകുവാനുള്ള സാധ്യതയുണ്ടെന്നും കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. മണൽ എടുക്കുന്നത് നിർത്തിവെക്കണമെന്ന് ജില്ലാ കളക്ടറുടെ ഉത്തരവ് നിലനിൽക്കെയാണ് സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ അഴിമുഖം ചേറ്റുവ പുഴയുടെ തീരത്തുനിന്ന് അനധികൃതമായി മണലെടുക്കുവാൻ നീക്കം നടക്കുന്നത്.
മണലെടുക്കുന്നതിനായുള്ള ബോട്ടുകളും യന്ത്രസാമഗ്രികളും എത്തിക്കഴിഞ്ഞു. മണലെടുപ്പ് ആരംഭിച്ചാൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് മുനിക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ ലേബർ യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് ആച്ചിബാബു പറഞ്ഞു. മാള അമ്പഴക്കാട് വീണ്ടും ആടുകളെ കൊലപ്പെടുത്തി അജ്ഞാത ജീവികൾ. അമ്പഴക്കാട് ശനിയാഴ്ച പുലർച്ചെ പഞ്ഞിക്കാരൻ മേരിയുടെ വീട്ടിലെ 2 ആടുകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഒരാടിനെ ഭാഗികമായി തിന്ന നിലയിലായിരുന്നു. ഒരെണ്ണത്തിന് കഴുത്തിൽ മുറിപ്പാടുകളുണ്ട്. പുലർച്ചെ 2:30 ആടുകളുടെ കൂട്ടമായ കരച്ചിൽ കേട്ടാണ് വീട്ടുകാരെ വിളിച്ചുണർത്താൻ സ്ഥലത്തെത്തിയതെന്നും ഈ സമയത്ത് മതിലിന് പുറത്തുനിന്ന് കണ്ടത് ഒരാടിനെ വലിച്ചുകൊണ്ടുപോകുന്ന ജീവിയെയാണെന്നും ഷിബു മേനോച്ചേരി പറഞ്ഞു. വെള്ളിയാഴ്ച പുലർച്ചെ അമ്പഴക്കാട് കണ്ണത്ത് ജിനലിന്റെ വീട്ടിലെ ആടിനെ അജ്ഞാത ജീവി ആക്രമിച്ചിരുന്നു. ആടിന്റെ കരച്ചിൽ കേട്ട് വീട്ടുകാർ ജനൽ തുറന്ന് ശബ്ദമുണ്ടാക്കിയപ്പോൾ കൂട്ടിൽ നിന്ന് തല പുറത്തെടുത്ത് തിരിച്ചുപോയി. ആടിന്റെ കാലിനാണ് പരിക്കേറ്റത്. ആക്രമിച്ചത് കുറുനരിയാണെന്നാണ് സംശയിക്കുന്നതെന്ന് ജിനൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അമ്പഴക്കാട് കിഴക്കനൂട്ട് സരസ്വതിയുടെ 5 മാസം പ്രായമുള്ള ആട്ടിൻകുട്ടിയെ സമീപത്തെ കനാലിനടുത്ത് ബുധനാഴ്ച രാവിലെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. കൂട്ടിലുണ്ടായിരുന്ന വലിയ ആടിനെ കൂടിന് പുറത്ത് ചത്ത നിലയിലും കണ്ടെത്തിയിരുന്നു. അമ്പഴക്കാട് ചേറ്റിപ്പറമ്പിൽ ഗോപിയുടെ 6 ആടുകളെ ഈ മാസം 4-നാണ് കൊലപ്പെടുത്തിയത്. പഴയന്നൂർ എളനാട് തിരുമണിയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. തിരുമണിയിലുള്ള മനോജിന്റെ വീട്ടുമുറ്റത്താണ് ആന ഇറങ്ങിയത്. ആദ്യമായാണ് മേഖലയിൽ ആന ഇറങ്ങുന്നത്. പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്നവരാണ് മേഖലയിലുള്ളത്. ആന ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. നിർമ്മാണ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ഓൾ കേരള മാർബിൾ ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പേരാമംഗലം PPF ഹാളിൽ നടന്ന സമ്മേളനം ഓൾ കേരള മാർബിൾ ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജി വടകര ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് UB രതീഷ് അധ്യക്ഷത വഹിച്ചു. നിർമ്മാണ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ പ്രത്യേക കമ്മീഷനെ നിയോഗിക്കണമെന്നും അവകാശങ്ങൾ കൃത്യസമയത്ത് തൊഴിലാളികളിൽ എത്തിച്ചേരാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തൊഴിലിടങ്ങൾ ലഹരിമുക്തമാക്കാൻ തൊഴിലാളികൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്ന് സമ്മേളനത്തിൽ പ്രത്യേക പ്രമേയം പാസാക്കി. ഓൾ കേരള മാർബിൾ ആൻഡ് ടൈൽ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് MN സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. HMS തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KS ജോഷി, AR രഞ്ജിത്ത്, AT സ്റ്റീഫൻ, TR വിജു, KV മണികണ്ഠൻ, KD ബെന്നി, AI ഇനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കല്യാണ മണ്ഡപത്തിൽ നിന്ന് വരണമാല്യം അഴിച്ചുവെച്ച വരൻ നേരെ ഇറങ്ങിയത് കളിക്കളത്തിലേക്ക്. ഗുരുവായൂർ കോട്ടപ്പടി സ്വദേശി പ്രണവാണ് വരണമാല്യം അഴിച്ചയുടൻ ജേഴ്സിയും ബൂട്ടുമണിഞ്ഞ് ഗ്രൌണ്ടിലിറങ്ങിയത്. കോട്ടപ്പടി ചാണാശ്ശേരി പുരുഷോത്തമൻ ഉഷ ദമ്പതികളുടെ മകനായ പ്രണവ് കോട്ടപ്പടി മാത്രംകോട്ട് വിശ്വംഭരൻ അനിത ദമ്പതികളുടെ മകളായ വിഷ്ണുമായെയാണ് വിവാഹം കഴിച്ചത്. ഗുരുവായൂർ ടൗൺ ഹാളിലെ വിവാഹ സൽക്കാരം കഴിഞ്ഞയുടനെയാണ് പ്രണവ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടക്കുന്ന GSL സൂപ്പർ ലീഗിൽ പങ്കെടുത്തത്. കോട്ടപ്പടി സോക്കർ ഫ്രണ്ട്സിനു വേണ്ടിയാണ് കളിക്കളത്തിലിറങ്ങിയത്. പുന്നേർകുളം FCയെ പരാജയപ്പെടുത്തി 1-3 ഗോളുകൾക്ക് പ്രണവിന്റെ ടീം ജേതാക്കളായി. ലഹരി വിപത്തിനെതിരായി കുരിയച്ചിറ ലഹരിവിരുദ്ധ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കുരിയച്ചിറ സെന്ററിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമടക്കം 100 കണക്കിന് ആളുകൾ ചങ്ങലയിൽ അണിനിരന്നു. ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ PM വിമോഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ അഡ്വക്കേറ്റ് NO ഈനാശു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കൂട്ടായ്മ ചെയർമാൻ ജോയ് അധ്യക്ഷത വഹിച്ചു. സമീപ പ്രദേശങ്ങളിലെയും നമ്മുടെ സഹോദരങ്ങളെയും മക്കളെയും കുടുംബങ്ങളെയും ഞങ്ങൾ സംരക്ഷിക്കുമെന്നും മയക്കുമരുന്നുകളുടെ ഉൽപാദനവും വിൽപ്പനയും വിതരണവും. ചാലക്കുടി കാടുകുറ്റിയിൽ കഴുത്തിന്റെയും കൈയുടെയും ഞരമ്പ് മുറിച്ച യുവാവിനെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാടുകുറ്റി വട്ടക്കോട്ട ചെട്ടിവളപ്പിൽ ജോർജ് ഡിസിൽവയുടെ മകൻ ആക്നൽ ഡിസിൽവയെയാണ് രാജഗിരി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. വീടിന്റെ ടെറസിൽ എക്സൈസ് ചെയ്യാൻ കയറിയ യുവാവ് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. പെരുമ്പിലാവ് കരിക്കാട് ചോലയിൽ വെള്ളം വിൽപ്പനയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കഞ്ചാവും വിൽപ്പന നടത്തിയ ആൾ അറസ്റ്റിലായി. കരിക്കാട് ചോല സ്വദേശി അരിക്കിലാത്ത് വീട്ടിൽ ഷെബീലിനെയാണ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വെള്ളം ഗോഡൌണിൽ നിന്ന് 5000 പാക്കറ്റ് ഹാൻസും 6 ഗ്രാം കഞ്ചാവും പോലീസ് പിടികൂടി. ഓടി രക്ഷപ്പെട്ട പ്രതിയെ പിന്നീട് പോലീസ് പിടികൂടുകയായിരുന്നു. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,005 രൂപ, പവന് 72,040 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,346 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രാർത്ഥനാപൂർവ്വം വീട് നൽകി ലോകം. പാപ്പയുടെ ഭൗതികദേഹം വത്തിക്കാനിലെ സെന്റ് മേരി മേജർ ബസലിക്കയിൽ ഖബറടക്കി. ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചതിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. നാട്ടുകാരായ 3 യുവാക്കളാണ് പടക്കം പൊട്ടിച്ചതെന്നും പോലീസ്. തൃശൂർ പൂരം സുരക്ഷാ ഒരുക്കങ്ങൾ വിലയിരുത്തി ഡിജിപി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് ഡിജിപി ഷേഖ് ദർവേഷ് സാഹിബ്. മാലിന്യ നിക്ഷേപ കേന്ദ്രമായി ഗുരുവായൂർ ദേവസ്വത്തിന്റെ പടിഞ്ഞാറേ നടയിലെ ഒഴിഞ്ഞ സ്ഥലം. സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുമെന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. നികുതി അടയ്ക്കാതെ സർവീസ് നടത്തിയ 7 ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ 11.60 ലക്ഷം രൂപ പിഴ ചുമത്തി മോട്ടോർ വാഹന വകുപ്പ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രജിസ്ട്രേഷൻ നേടി കേരളത്തിൽ സർവീസ് നടത്തിയ വാഹനങ്ങളാണ് പിടികൂടിയത്. തൃശൂരിൽ സംഘടിപ്പിച്ച തൊഴിൽ പൂരം ആവേശമായി. തൊഴിൽ അന്വേഷകരെ തേടിപ്പോകുന്ന സർക്കാർ വിജ്ഞാന കേരളത്തിലൂടെ വികസന മാതൃകകളിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കോടശ്ശേരി താഴൂർ പള്ളി ഹാളിൽ HVL ഫാൻ പൊട്ടിവീണ് 5 പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. അപകടം മനസ്സമ്മതത്തോടനുബന്ധിച്ച് നടന്ന സദ്യക്കിടെ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.